ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരുപാട് സ്വാഗതം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പം മുതൽ PSCക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. ഡിഗ്രി കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു കോച്ചിങ് സെൻറ്റർ അഡ്മിഷൻ എടുത്തു, പഠിക്കാൻ വേണ്ടി തുടങ്ങി. ആ സമയത്തൊക്കെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും പഠിച്ച് PSCയിൽ കയറണം എന്നുള്ള ചിന്തയായിരുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ ഇരുന്ന് എക്സാമിനൊക്കെ നല്ല മാർക്കും കിട്ടുന്നുണ്ടായിരുന്നു. എന്നാലും പഠിത്തത്തിന് എവിടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. കാരണം എനിക്ക് ഇംഗ്ലീഷും മാത്സും ആയിരുന്നു എനിക്ക് പാട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ മാത്സ് ഒരു ലെവലിലെത്തി. നമ്മൾ ട്രിക്കൊക്കെ വെച്ചിട്ട് പഠിക്കാം. പക്ഷേ ഇംഗ്ലീഷ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു എക്സാം എഴുതാൻ പോയാലും എനിക്ക് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്നത് ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ മനക്കോട്ട കിട്ടും. പുതിയൊരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ചിന്തയാണ്, ജോലിക്ക് പോകുന്നു, ഭയങ്കരമായിട്ട് മനക്കോട്ട കിട്ടി. പക്ഷേ പഠിത്തം അതിനൊപ്പം ഒട്ടും എത്തുന്നില്ലായിരുന്നു. ഞാൻ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ജനറൽ നോളജൊക്കെ ഒരു വക ഒക്കെ അറിയാമായിരുന്നു. ഒരുമാതിരിയൊക്കെ കവർ ചെയ്ത് നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് ഒരു സിലബസ് പോലും കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു എക്സാമിന് വേണ്ടി പോലും കൂടെ പോയിട്ടില്ല. ചുമ്മാ കുറേ വർഷങ്ങൾ ഞാനിങ്ങനെ കളഞ്ഞു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണയുടെ സമയമായിരുന്നു. കൊറോണയുടെ സമയമായപ്പോഴത്തേക്കും എക്സാമുകളൊക്കെ കുറഞ്ഞു, അധികം വിളിക്കാതെയൊക്കെ ആയി. പിന്നെ ആ സമയത്ത് LDCയുടെ ഒക്കെ പരീക്ഷ ആദ്യമായിട്ട് മെയിൻസും പ്രിലിംസും ഒക്കെ ആയിട്ട് ആക്കിയ സമയമായിരുന്നു. സമയത്ത് പ്രിലിംസിലെല്ലാത്തിനും വന്നു. ആ ഒരു സന്തോഷം കൊണ്ട് മെയിൻസിനും കിട്ടിക്കോളൂല്ലോ എന്ന് ഓർത്തിട്ട് പഠിക്കാതെ ഇരുന്നു. ഒന്നും നോക്കത്തില്ലായിരുന്നു. നോക്കുമെന്ന് വെച്ചാൽ നോക്കും, എന്നാലും ആത്മാർത്ഥതയായിട്ട് നോക്കത്തില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടും, പഠിച്ചു എന്ന് വരുത്തും. പിന്നെ ഞാൻ ആ ഒരു സബ്ജക്റ്റിലേക്ക്, ആ പഠിച്ച ഭാഗത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കത്തേ ഇല്ലായിരുന്നു. അതാണ് എനിക്ക് ഒന്നാമത്തെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നൊരു കാര്യം പഠിച്ചു, നാളെ ആ അടുത്ത ഭാഗം പഠിക്കുന്നതിന് മുമ്പ് തന്നെ തലേദിവസം എന്താണോ പഠിച്ചത് അത് നമ്മൾ റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പഠിക്കാവുള്ളൂ. അല്ലെങ്കിൽ നല്ല പണി കിട്ടും. നമുക്കൊന്നും ഓർമ്മ അവസാന എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ നോക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നമ്മളെ കിട്ടത്തില്ല. ആദ്യമായിട്ട് നമ്മൾ PSCക്ക് പഠിക്കുന്നതിന് മുമ്പ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ടൈം ടേബിൾ ഉണ്ടാക്കി നമുക്ക് കഴിയുന്ന ഇന്ന് നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ ഈ ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മതി. അതങ്ങോട്ട് നന്നായിട്ട് പഠിക്കുക. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കുറേ വലിച്ച് വാരി പഠിച്ച് പിന്നെ അവസാനം എല്ലാം കൂടി ഒരു അവിയൽ വരുവായി എന്താണെന്നറിയത്തില്ലാതിരിക്കുന്ന അവസ്ഥയെ കഴിഞ്ഞ് നല്ലത് പഠിക്കുന്ന ഭാഗം നന്നായിട്ട് പഠിക്കുക. ടൈം ടേബിൾ വെച്ച് തയ്യാറാക്കി മാക്സിമം നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കിയ രീതിക്കനുസരിച്ച് നമ്മൾ ആ ടോപ്പിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഗ്യാപ്പ് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ കുറേ ഇങ്ങനെ വന്ന് ഓരോ പ്രിലിംസിൻ്റെയൊക്കെ ലിസ്റ്റിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എന്നെ കൂടി ഇതിന് പറ്റത്തില്ല എന്നുള്ള രീതിക്ക് ഞാൻ ഈ PSC പഠനം ഉപേക്ഷിച്ച് അടുത്ത കോഴ്സ് എടുത്തു. അതിൻ്റെ ജോലി കിട്ടി. ഞാൻ നാട് വിട്ടു. ഞാൻ ഹൈദരാബാദിൽ ജോലിക്ക് കയറി. ആ സമയത്തൊക്കെ എനിക്ക് മെയിൻസ് 3-4 മെയിൻസ് എഴുതാൻ വേണ്ടി കിടക്കുക. ഹൈദരാബാദിലായതുകൊണ്ട് നമുക്ക് പരീക്ഷ എഴുതാൻ നടക്കത്തില്ല, വരാനും പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി. അങ്ങനെ ആ പിടിവിട്ടു. ഇപ്പം എനിക്ക് PSC ആയിട്ടൊരു ബന്ധവും ഇല്ലാണ്ടായി. ഞാൻ ആ ജോലിയിൽ നിന്ന് വിട്ട് നിൽക്കുക. ഇനി എനിക്ക് PSC എഴുതാൻ താല്പര്യമുണ്ട്. പക്ഷേ ഏതാണോ ഞാൻ ജനറൽ നോളജ് വരെ ഞാൻ മറന്നുപോയി. ഇനിയെല്ലാം എനിക്ക് ആദ്യം ഒന്നേ തൊട്ട് തുടങ്ങണം. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, PSCക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും ജീവിതത്തിൽ നമ്മൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റി വെക്കണം. അതിനൊരു ഗ്യാപ്പ് ഇടരുത്. ഗ്യാപ്പിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു ലെവലിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഗ്യാപ്പ് എടുത്ത് പോകുന്നത്. പിന്നെ നമ്മൾ ആ PSCയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തൊട്ടെല്ലാം തുടങ്ങേണ്ടി വരും. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അടുത്ത ലിസ്റ്റിലൊക്കെ കയറുക.